ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേനൽക്കാലത്തും ചൂടുള്ള സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ബീട്രൂട്ട് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു സ്ട്രെയിനറിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ജ്യൂസ് എടുക്കണം. അപ്പോൾ മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് നമുക്കിതിൽ അധികം വെള്ളം ഒഴിക്കാണ്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കി എടുത്തിട്ടാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കണത്. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ഇവിടെ നന്നായിട്ട് അരിച്ചെടുത്ത് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ജ്യൂസൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഐസ് ക്യൂബ്സ് ആക്കി സെറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇത് കുതിരാനായിട്ട് ഇവിടെ വെക്കാം. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറ്, വലിയ ജാറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ ഓരോരോ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഇതള് മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഒന്ന് അലിഞ്ഞ് വരട്ടെ. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇത് പഞ്ചസാരയും ഐസ് ക്യൂബ്സൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് അരിച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഐസ് വാട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് എത്രയാണോ വെള്ളം ജ്യൂസ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് ഒന്ന് ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ഐസ് ക്യൂബ്സ്, ബീട്രൂട്ടിൻ്റെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴാണോ ജ്യൂസ് കുടിക്കാൻ ആവശ്യമുള്ളത് ആ സമയത്ത് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ബീട്രൂട്ടിൻ്റെ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ. ഇനി ഇതിലേക്ക് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള സബ്ജ സീഡ്സ് കുറച്ച് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതേപോലെ ബീട്രൂട്ടിൻ്റെ ക്യൂബ്സ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജ്യൂസ് കുടിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.